ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ആ ഉറുമ്പിന്റെ സംസാരം നിമിത്തം ആനായ പ്രവാചകന് അതിശയം കൊണ്ട് ചിരിക്കുകയാണ്. പല കാരണങ്ങൾ ഉണ്ടാകും ആ ചിരിക്ക്. ഒന്ന്, ആ ഉറുമ്പിന്റെ സംസാരം, ആ സംസാരത്തിൽ തന്നെ വല്ലാത്തൊരു കൗതുകം. കാരണം അണികളുടെ സുരക്ഷ, ആ ഉറുമ്പിന്റെ മനസ്സിൽ തൻ്റെ സഹജീവികൾ നശിച്ചു പോകരുത്, തൻ്റെ സഹജീവികൾക്ക് അപകടം പറ്റരുത് എന്ന ഗുണകാംക്ഷ ആ ജീവിക്ക് പോലും ഉണ്ടല്ലോ. അത് തിരിച്ചറിഞ്ഞതിലുള്ള സന്തോഷം. മറ്റൊന്നല്ലെങ്കിൽ അതിന്റെ സ്വാർത്ഥ കാര്യം നോക്കിയാൽ പോരെ, അതിനാണ് രക്ഷപ്പെട്ടാ പോരെ. അതിനാണല്ലോ മനസ്സിലായത്, ആ ഉറുമ്പിന് മനസ്സിലായല്ലോ നബി വരുന്നുണ്ട്. ഉറുമ്പിന് മനസ്സിലായി ഇത് സുലൈമാൻ നബിയാണ്, പട്ടാളമാണ്. പല മനുഷ്യന്മാർക്കുമാണ് ഒരു നബിയാണെന്നും നബിയെ അംഗീകരിക്കാനും മടി. ഉറുമ്പിന് വരെ മനസ്സിലായി അതൊരു പ്രവാചകനാണ്, പ്രവാചകന്റെ അനുയായികളാണ്. അപ്പൊ അതുകൊണ്ട് തൻ്റെ കാര്യം നോക്കി വേഗം മാളത്തിൽ ഒളിച്ചാൽ മതിയായിരുന്നു അതിന്. പക്ഷെ അതിന് നമ്മെപ്പോലെ സ്വാർത്ഥതയില്ല. അതിൻ്റെ സഹജീവികളും കൂടി രക്ഷപ്പെടണം എന്ന നസീഹത്ത് ആ ഉറുമ്പിന്റെ വാചകത്തിൽ വരെ പ്രകടമാണ്. അത് വല്ലാത്തൊരു സന്തോഷമുണ്ടാക്കി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പുഞ്ചിരിച്ചത് എന്ന് തഫ്സീറുകളിൽ ഒരു വ്യാഖ്യാനം കാണാം. മാത്രമല്ല ആ ഉറുമ്പിന്റെ സംസാരത്തിന്റെ ധ്വനി ശൈലിയും അദ്ദേഹത്തിന് കൗതുകകരമായും സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തിലുമായിരുന്നു. കാരണം തന്നെക്കുറിച്ച് ആ ഉറുമ്പിന് നല്ല ധാരണയേയുള്ളൂ. എന്താ പറഞ്ഞത്? ഉദ്ഖുലൂ മസാകിനക്കും, ഓ ഉറുമ്പുകളെ, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പ്രവേശിച്ചോളൂ. കാരണം ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. സുലൈമാനും സുലൈമാന്റെ പട്ടാളവും നിങ്ങളെ ചവിട്ടിത്തേക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോ? ഇല്ല. അടുത്ത വാചകം എന്താ? വഹും ലാ യശ്ഉറൂൻ, അവരറിയാതെ. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഞാനോ എൻ്റെ പട്ടാളമോ ഒരു കുഞ്ഞുറുമ്പിനെ പോലും അകാരണമായി നോവിക്കില്ല എന്ന് ആ ഉറുമ്പിന് വരെ മനസ്സിലായിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ.